നമസ്കാരം. ഇടുക്കി നെറ്റ് വാർത്തകളിലേക്ക് സ്വാഗതം. ഇടുക്കി നെറ്റ് ന്യൂസ് ലൈവ്. ഇടുക്കി നെറ്റ് ന്യൂസ് ലൈവ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കെജിസ് ജ്വല്ലറി, കോട്ടയംകട, തൊടുപുഴ, കട്ടപ്പന, അടിമാലി, നെടുങ്കണ്ടം. ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക്. ന്യൂസ് ഹെഡ്ലൈൻ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കെജിസ് ജ്വല്ലറി, കോട്ടയംകട, തൊടുപുഴ, കട്ടപ്പന, അടിമാലി, നെടുങ്കണ്ടം. മലയോര ഹൈവേ വിഷയവുമായി ബന്ധപ്പെട്ട് മാമലക്കണ്ടത്തെത്തിയ മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണന് നേരെ കയ്യേറ്റം. ജോയ്സ് ജോർജ് എം പി അടക്കമുള്ളവർ വാഹനം തടഞ്ഞ ശേഷമാണ് സംഭവം. കട്ടപ്പന മാർക്കറ്റിലെ വ്യാപാര സ്ഥാപനത്തിൽ മോഷണം. സിന്ധു വെജിറ്റബിൾസ് എന്ന സ്ഥാപനത്തിലാണ് മോഷണം നടന്നത്. മോഷണ ദൃശ്യങ്ങൾ ഇടുക്കി നെറ്റ് ന്യൂസിന് ലഭിച്ചു. ഇടുക്കി നെറ്റ് എക്സ്ക്ലൂസീവ്. തൊടുപുഴ ജില്ലാ ആയുർവേദ ആശുപത്രിയോടനുബന്ധിച്ച് പ്രവർത്തിക്കുന്ന സ്പോർട്സ് റിസർച്ച് സെന്റർ അടച്ചുപൂട്ടൽ ഭീഷണിയിൽ. ഡോക്ടർമാരില്ലാത്തതും ജീവനക്കാർക്ക് ശമ്പളം ലഭിക്കാത്തതും റിസർച്ച് സെന്ററിന്റെ പ്രവർത്തനം അവതാളത്തിലാക്കുന്നു. ഇടുക്കി ജില്ലാ സമ്മേളനത്തിനു പിന്നാലെ KSUവിൽ ചേരിപ്പോര് രൂക്ഷമായി. സമ്മേളനത്തിൽ അവതരിപ്പിച്ച രാഷ്ട്രീയ പ്രമേയത്തിന്റെ പേരിലാണ് IA വിഭാഗങ്ങൾ ആരോപണങ്ങളുമായി രംഗത്തു വന്നിരിക്കുന്നത്. രാമക്കൽമേട് വിനോദസഞ്ചാര കേന്ദ്രത്തിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാത്തത് സഞ്ചാരികളെ വലയ്ക്കുന്നു. DTPC ലക്ഷങ്ങൾ മുടക്കിയെങ്കിലും ഇത് പ്രയോജനരഹിതം. വാർത്തകൾ വിശദമായി. ഒരു സുപ്രധാനമായ വാർത്തയിലേക്ക്. മലയോര ഹൈവേ വിഷയവുമായി ബന്ധപ്പെട്ട് മാമലക്കണ്ടത്ത് എത്തിയ മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണനു നേരെ കയ്യേറ്റമുണ്ടായി. ജോയ്സ് ജോർജ് MP അടക്കമുള്ളവർ വാഹനം തടഞ്ഞ ശേഷമായിരുന്നു സംഭവം. ജോയ്സ് ജോർജിനെ DCC പ്രസിഡന്റ് കയ്യേറ്റം ചെയ്തതായും ആരോപണമുണ്ട്. കോൺഗ്രസ് പ്രവർത്തകർ അഡ്വക്കേറ്റ് ജോയ്സ് ജോർജിന്റെ വാഹനവും തടഞ്ഞു. പോലീസ് വാഹനത്തിലാണ് മന്ത്രി തിരുവഞ്ചൂരിനെ രക്ഷിച്ചത്. സ്ഥലത്ത് സംഘർഷ സാധ്യത നിലനിൽക്കുകയാണ്. വൻ പോലീസ് സംഘവും സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നതായുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ റിപ്പോർട്ടർ VK സ്റ്റാലിൻ സംഭവ സ്ഥലത്തു നിന്നും ചേരുകയാണ്. സ്റ്റാലിൻ, എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? സൂര്യലാൽ, ഉച്ചകഴിഞ്ഞ് 2 മണിയോട് കൂടിയായിരുന്നു സംഭവം. മലയോര ഹൈവേയുടെ ഭാഗമായി മാമലക്കണ്ടത്ത് പൊതുമരാമത്ത് വകുപ്പ് നിർമ്മിച്ച കലുങ്കുകൾ വനംവകുപ്പ് അധികൃതർ കഴിഞ്ഞ ദിവസം പൊളിച്ചു നീക്കിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ ഇവിടം സന്ദർശിക്കാനായിട്ട് മന്ത്രി ഇന്ന് 4-ാം തീയതി എത്തുമെന്നും അറിയിച്ചിരുന്നു. ഇതേ തുടർന്ന് ഇന്ന് 2 മണിക്കാണ് മന്ത്രി അവിടെ എത്തിയത്. സ്ഥലത്തെത്തിയ മന്ത്രിയെ ഇടുക്കി MP അഡ്വക്കേറ്റ് ജോയ്സ് ജോർജും സംഘവും ചേർന്ന് തടയുകയും വാഹനത്തിൽ നിന്നും പുറത്തിറങ്ങിയ മന്ത്രിയെ MP കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയുമായിരുന്നു. ഇതേ സമയത്ത് മന്ത്രിയോടൊപ്പം ഉണ്ടായിരുന്ന DCC പ്രസിഡന്റ് റോയിക പൗലോസ് ഇടയിൽ കയറി തടസ്സം പിടിക്കുകയും മന്ത്രിയെ ഇതിൽ നിന്ന് രക്ഷിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. എന്നാൽ DCC പ്രസിഡന്റും കൂട്ടാളികളും ചേർന്ന് തന്നെ കയ്യേറ്റം ശ്രമിച്ചുവെന്നാണ് MP തിരികെ ആരോപണം ഉന്നയിച്ചത്. ഇതേ തുടർന്നാണ് സംഘർഷം രൂക്ഷമായത്. എന്നാൽ ഇതിനോടകം പോലീസ് ഇടപെട്ട് വളരെ പാടുപെട്ട് മന്ത്രിയെ പോലീസ് വാഹനത്തിൽ കയറ്റി രക്ഷപ്പെടുത്തുകയായിരുന്നു. എന്നാൽ സംഭവ സ്ഥലത്ത് തടിച്ചുകൂടിയ കോൺഗ്രസ് പ്രവർത്തകർ ചേർന്ന് MPയെ തടഞ്ഞു വെക്കുകയും MPയുടെ വാഹനം തടഞ്ഞു വെക്കുകയും ചെയ്തു. മലയോര ഹൈവേയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 22-ന് MP നിരാഹാരം ആരംഭിക്കുകയും 26-ന് സമരം അവസാനിപ്പിക്കുകയും ചെയ്തു. എന്നാൽ MPക്ക് താൻ യാതൊരു വാഗ്ദാനവും നൽകിയിട്ടില്ലെന്ന് കഴിഞ്ഞ ദിവസം ജില്ലയിലെത്തിയ മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പ്രസ്താവിക്കുകയുണ്ടായി. ഈ പ്രസ്താവന MPയെയും കൂട്ടാളികളെയും ചൊടിപ്പിച്ചതായാണ് അറിയുന്നത്. ഒരുപക്ഷെ ഇതായിരിക്കാം ഇന്നത്തെ സംഘർഷത്തിന് കാരണമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സൂര്യലാൽ, മാമലക്കണ്ടത്തെത്തിയ മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണന് നേരെയുണ്ടായ കയ്യേറ്റവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളും വാർത്തകളുമാണ് ഞങ്ങളുടെ റിപ്പോർട്ടർ VK സ്റ്റാലിൻ പങ്കുവച്ചത്. നന്ദി സ്റ്റാലിൻ. കട്ടപ്പന മാർക്കറ്റിലെ വ്യാപാര സ്ഥാപനത്തിൽ മോഷണം. സിന്ധു വെജിറ്റബിൾസ് എന്ന സ്ഥാപനത്തിലാണ് മോഷണം നടന്നത്. മോഷണ ദൃശ്യങ്ങൾ ഇടുക്കി നെറ്റ് ന്യൂസിന് ലഭിച്ചു. ദൃശ്യങ്ങളിലേക്ക് ഇടുക്കി നെറ്റ് എക്സ്ക്ലൂസീവ്. കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോടെയാണ് കട്ടപ്പന മാർക്കറ്റിൽ പ്രവർത്തിക്കുന്ന സിന്ധു വെജിറ്റബിൾസ് എന്ന സ്ഥാപനത്തിൽ മോഷണം നടന്നത്. രാത്രി 1:50 ഉള്ളിൽ കടന്ന മോഷ്ടാവ് ചാക്ക് കണക്കിന് പച്ചക്കറികളും പൈസയും മോഷ്ടിക്കുകയായിരുന്നു. CCTVയിലെ ദൃശ്യങ്ങളിലൂടെയാണ് മോഷ്ടാവ് കട്ടപ്പന സ്വദേശി തന്നെയാണെന്ന് മനസ്സിലാക്കിയത്. പിന്നീട് കടയുടമ വിവരം മർച്ചന്റ് അസോസിയേഷൻ ഭാരവാഹികളെ അറിയിക്കുകയായിരുന്നു. ഇവരാണ് പോലീസിൽ പരാതി നൽകിയത്. പിന്നീട് മോഷ്ടാവിന്റെ സുഹൃത്തുക്കളായ ചിലർ കടയുടമയുമായി ഒത്തുതീർപ്പിലെത്തുകയായിരുന്നു. കടയിൽ നിന്നും പച്ചക്കറികളടക്കം മോഷ്ടിക്കുന്ന ദൃശ്യങ്ങളാണ് ഇടുക്കി നെറ്റ് ന്യൂസിന് ലഭിച്ചത്. തൊടുപുഴ ജില്ലാ ആയുർവേദ ആശുപത്രിയോടനുബന്ധിച്ച് പ്രവർത്തിക്കുന്ന സ്പോർട്സ് റിസർച്ച് സെന്റർ അടച്ചുപൂട്ടൽ ഭീഷണിയിൽ. ഡോക്ടർമാരില്ലാത്തതും ജീവനക്കാർക്ക് ശമ്പളം ലഭിക്കാത്തതും റിസർച്ച് സെന്ററിന്റെ പ്രവർത്തനം അവതാളത്തിലാക്കുകയാണ്. ഇടുക്കി ജില്ലാ ആയുർവേദ ആശുപത്രിയോടനുബന്ധിച്ചാണ് സ്പോർട്സ് റിസർച്ച് സെല്ല് പ്രവർത്തിച്ചു വരുന്നത്. ദേശീയ അന്തർദേശീയ ശ്രദ്ധ നേടിയ ഈ സ്ഥാപനം ഇന്ന് അടച്ചുപൂട്ടൽ ഭീതിയിലാണ്. ഡോക്ടർമാർ ഇല്ലാത്തതും ഉള്ള ജീവനക്കാർക്ക് ശമ്പളമില്ലാത്തതുമാണ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. തിരുമൽ ജോലികൾ ഉൾപ്പെടെ ചെയ്യുന്ന 6 തെറാപ്പിസ്റ്റുകൾക്ക് 11 മാസമായി ശമ്പളം ലഭിച്ചിട്ട്. ഇവരിൽ പലർക്കും ശമ്പള ഇനത്തിൽ 1 ലക്ഷം രൂപ വരെ ലഭിക്കാനുണ്ട്. ചെയ്ത ജോലിയുടെ കൂലിക്കായി ഇവർ മുട്ടാത്ത വാതിലുകളുമില്ല. ഇതുമൂലം പലരും ജോലി ഉപേക്ഷിക്കാനൊരുങ്ങുകയാണ്.
ഇതിനിടയിൽ ഉണ്ടായിരുന്ന ഡോക്ടർമാരെയെല്ലാം സ്ഥലം മാറ്റുകയും ചെയ്തു. സ്ഥാപനം നിലനിർത്തണമെന്നാവശ്യപ്പെട്ട് ആരോഗ്യ കായിക മന്ത്രിമാരെ സമീപിച്ചെങ്കിലും പ്രയോജനമുണ്ടായിട്ടില്ല. തൃശ്ശൂർ, എറണാകുളം, കണ്ണൂർ, കൊല്ലം, തിരുവനന്തപുരം പോലുള്ള സ്ഥലങ്ങളിലെല്ലാം തെറാപ്പിസ്റ്റുകൾ ഇട്ടിട്ട് പോയി. ഇപ്പം നിലവിൽ ഡോക്ടർമാർ മാത്രമല്ല. ഇപ്പോൾ തൊടുപുഴയാണെങ്കിൽ NRHM വഴി 3 ഡോക്ടർമാരെ ഉണ്ടായിരുന്നു, അവരെയും സ്ഥലം മാറ്റി. അപ്പോൾ തെറാപ്പിസ്റ്റുകൾക്ക് പണമില്ല, നിലവിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ഡോക്ടർമാരെ സ്ഥലം മാറ്റുക. സ്ഥാപനം അടച്ചുപൂട്ടുന്നതോടെ പതിവായി ഇവിടെ ചികിത്സ തേടിയിരുന്ന കായിക താരങ്ങളുടെ തുടർ ചികിത്സ മുടങ്ങുമെന്നത് മറ്റൊരു പ്രശ്നം. ദേശീയ ഗെയിംസിന് ആതിഥ്യമരുളുവാൻ സംസ്ഥാനം തയ്യാറെടുക്കുമ്പോഴാണ് ഈ ഉദാസീനത. ഇടുക്കി ജില്ലാ സമ്മേളനത്തിനു പിന്നാലെ KSUവിൽ ചേരിപ്പോര് രൂക്ഷമായി. സമ്മേളനത്തിൽ അവതരിപ്പിച്ച രാഷ്ട്രീയ പ്രമേയത്തിന്റെ പേരിലാണ് IA വിഭാഗങ്ങൾ ആരോപണങ്ങളുമായി രംഗത്തു വന്നിരിക്കുന്നത്. KSU ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് പ്രതിനിധി സമ്മേളനത്തിൽ അവതരിപ്പിക്കപ്പെട്ട പ്രമേയത്തിൽ PT തോമസിനും യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിനുമെതിരെ രൂക്ഷമായ വിമർശനമാണ് ഉണ്ടായിരുന്നത്. തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷവും പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന ഗാഡ്ഗിൽ നേതാക്കൾ പ്രസ്താവനകളും വിഭാഗീയ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകരുതെന്നും ഇവർ ഇനിയെങ്കിലും പാർട്ടി തീരുമാനങ്ങൾക്ക് വിധേയമായി പ്രവർത്തിക്കണം എന്നുമായിരുന്നു PT തോമസിനെ പേരെടുത്തു പറയാതെയുള്ള പരാമർശം. മാധ്യമങ്ങളിൽ വാർത്ത വന്നതിനു പിന്നാലെ ഇങ്ങനെയൊരു പ്രമേയം സമ്മേളനത്തിൽ അവതരിപ്പിച്ചിട്ടില്ലെന്ന വാദവുമായി PT തോമസിന്റെ അനുകൂലികൾ രംഗത്ത് വന്നു. രാഷ്ട്രീയ പ്രമേയം ഞങ്ങൾ ജില്ലാ സെക്രട്ടറി ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുമില്ല, ഇത് തയ്യാറാക്കിയിട്ടുമില്ല. പിന്നെ ജില്ലാ പ്രസിഡന്റാണ് ഇതിന്റെ പുറകിൽ, ജില്ലാ പ്രസിഡന്റാണ് ഇത് കൊണ്ടു കൊടുത്തതും മാധ്യമങ്ങൾക്ക് കൊടുത്തതും. അപ്പോൾ അദ്ദേഹത്തിന് അതിന് നടപടി എടുക്കണമെന്ന് ഞങ്ങളുടെ സംസ്ഥാന നേതൃത്വത്തിനോട് അഖിലേന്ത്യാ പരാതി കൊടുക്കും, സംസ്ഥാന പ്രസിഡന്റിന് പരാതി കൊടുക്കും. അദ്ദേഹം അന്വേഷിച്ചിട്ട് അതിനൊരു ഉചിതമായ നടപടി എടുക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതേസമയം ഇത്തരത്തിൽ പ്രമേയം അവതരിപ്പിച്ചതെന്നാണ് DCC പ്രസിഡന്റ് റോയ് കെ പൗലോസിനെ പിന്തുണയ്ക്കുന്ന KSU ജില്ലാ പ്രസിഡന്റ് നിയാസ് കൂരാപ്പള്ളി ഉൾപ്പെടെയുള്ളവരുടെ നിലപാട്. സമ്മേളനത്തിൽ രാഷ്ട്രീയ പ്രമേയം അവതരിപ്പിക്കാൻ ചുമതലപ്പെട്ടവർ തയ്യാറാക്കിയ പ്രമേയം വിശദമായ ചർച്ചകൾക്ക് ശേഷം പ്രതിനിധികൾ അംഗീകരിച്ചെന്നും നിയാസ് കൂരാപ്പള്ളി പറയുന്നു. എന്നാൽ ഇങ്ങനെയൊരു പ്രമേയം ഇല്ലെന്നും ഇല്ലാത്ത പ്രമേയത്തെക്കുറിച്ച് വാർത്ത പടർത്തിയ ജില്ലാ പ്രസിഡന്റിനെതിരെ KSU സംസ്ഥാന പ്രസിഡന്റിനും KPCC പ്രസിഡന്റും പരാതി നൽകുമെന്ന് PT തോമസ് അനുകൂലികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. KSU സമ്മേളനത്തിന്റെ മുന്നൊരുക്ക പരിപാടികൾ മുതൽ തന്നെ വിഭാഗീയ പ്രവർത്തനങ്ങൾ പ്രകടമായിരുന്നു. പ്രചരണത്തിന്റെ ഭാഗമായുള്ള സ്വാഗത സംഘം പരിപാടി അടക്കമുള്ള ഒരു പരിപാടിയിലും PT പങ്കെടുത്തില്ല. സമ്മേളനത്തിന്റെ പ്രചാരണ ഘട്ടങ്ങളിൽ ഒടുവിലാണ് PT തോമസ് ഫ്ലെക്സ് ബോർഡുകളിൽ പോലും ഇടം പിടിച്ചത്. സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രകടനത്തിൽ പ്രവർത്തകർ റോയ് കെ പൗലോസിന്റെ കൂറ്റൻ ഫ്ലെക്സുകളുമായാണ് പങ്കെടുത്തത്. സർക്കാരിന് വരുമാനമുണ്ടാക്കാൻ സാധാരണ ജനങ്ങളെ കഷ്ടത്തിലാക്കി വില വർദ്ധിപ്പിക്കാനുള്ള നീക്കം അംഗീകരിക്കാനാവില്ലെന്ന് കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗം ചെയർമാൻ ജോണി നെല്ലൂർ. ശാസ്ത്രീയമായ പഠനം നടത്തി വേണം ഭൂമിക്ക് വില നിശ്ചയിക്കാനെന്നും അദ്ദേഹം പറഞ്ഞു. സർക്കാരിന് വരുമാനമുണ്ടാക്കുന്ന തീരുമാനങ്ങൾ ആവശ്യമാണ്, അതിനെ ഒന്നും ഞാൻ എതിർക്കുന്നില്ല. പക്ഷേ ശാസ്ത്രീയമായി ഒരു പഠനം നടത്തിയ ശേഷം ഭൂമിയുടെ യഥാർത്ഥ വില കണ്ടെത്തി, അല്ലെങ്കിൽ മാർക്കറ്റ് വില കണ്ടെത്തി ആ വില പ്രഖ്യാപിക്കുകയോ അതിൽ വർധന ഉണ്ടാക്കുകയോ ചെയ്യട്ടെ. അല്ലാതെ കൊട്ടക്കമ്മതിയായി 50% വില വർദ്ധിപ്പിച്ച് സാധാരണക്കാരെ മുഴുവൻ ബുദ്ധിമുട്ടിലാക്കുന്ന ഈ നടപടി അംഗീകരിക്കാൻ കഴിയില്ല. ഇത് ഗവൺമെൻറ് പുനഃപരിശോധിക്കണം എന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. ഏഷ്യൻ ഗെയിംസിൽ 5000 മീറ്റർ ഓട്ടത്തിൽ 8ാം സ്ഥാനത്തെത്തിയതിന്റെ നിരാശയിലാണ് പ്രീജ ശ്രീധരൻ. ഇഞ്ചിയോണിലെ കാലാവസ്ഥ സൃഷ്ടിച്ച ആരോഗ്യ പ്രശ്നങ്ങളാണ് പ്രീജയ്ക്ക് തിരിച്ചടിയായത്. 5000 മീറ്റർ ഓട്ടത്തിൽ പ്രീജയുടെ പ്രകടനം കാണാൻ അമ്മ രമണിക്കായില്ല. മത്സരം തത്സമയം സംപ്രേഷണം ചെയ്യുന്ന ചാനൽ കുമളിയിൽ പ്രീജയുടെ സഹോദരിയുടെ വീട്ടിൽ ഇല്ലാതെ പോയതായിരുന്നു കാരണം. ആകാംക്ഷ നിറഞ്ഞ കാത്തിരിപ്പിനൊടുവിൽ മലയാളം ചാനലുകളിൽ ഫ്ലാഷുകൾ തെളിഞ്ഞു. പ്രീജ 8ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തതറിഞ്ഞതോടെ ആകാംക്ഷ നിരാശയ്ക്ക് വഴിമാറി. ഇഞ്ചിയോണിലെ കാലാവസ്ഥ സൃഷ്ടിച്ച ആരോഗ്യ പ്രശ്നങ്ങളാണ് പ്രകടനം മോശമാക്കിയതെന്ന് അമ്മ രമണി പറഞ്ഞു. കാലാവസ്ഥ മാറിയതാ കാരണം. അലർജി ഉണ്ട്, ഈ പെട്ടെന്ന് ഓരോ സ്ഥലത്തിൽ പൊടിയൊക്കെ അടിക്കുമ്പോൾ അതാണ് പെട്ടെന്ന് ജലദോഷവും പനിയും ഉണ്ടാകുന്നത്. മത്സരം പൂർത്തിയായ ഉടൻ ഇഞ്ചിയോണിൽ നിന്ന് പ്രീജയുടെ ഫോൺ കോൾ എത്തി. മകളെ ആശ്വസിപ്പിച്ച് അമ്മയുടെ വാക്കുകൾ. അതാണോ? ടെൻഷൻ ഒന്നും വേണ്ടത്, എത്ര നാട്ടിൽ ചെയ്തില്ലേ, പിന്നെ എന്നാ അത്ര ഓടി, അതിന് ദൈവത്തിന് നന്ദി പറ. സുഖമില്ലാതെ ഇത്ര ഓടിയില്ലേ വെച്ചെന്ന്. കഴിഞ്ഞ ഏഷ്യൻ ഗെയിംസിൽ 10000 മീറ്ററിൽ സ്വർണവും 5000 മീറ്ററിൽ വെള്ളിയും നേടിയിരുന്നു. ഈ ഏഷ്യൻ ഗെയിംസിൽ പ്രീജയ്ക്കിനി മത്സര ഇനങ്ങൾ ഇല്ല. ഇനി ജനങ്ങൾക്കുമുണ്ട് പറയാൻ. പെൺകുട്ടികൾ ജീൻസ് ധരിക്കരുതെന്ന ഗാനഗന്ധർവൻ യേശുദാസിന്റെ പരാമർശം സോഷ്യൽ മീഡിയയിൽ അടക്കം വലിയ ചർച്ച ആയിരിക്കുകയാണ്. ഈ വിഷയത്തെക്കുറിച്ചുള്ള ജനങ്ങളുടെ പ്രതികരണങ്ങളിലേക്ക്.
അതൊന്നും പ്രശ്നമില്ല. ഡീസൻ്റ് ആയിട്ടുള്ള ഡ്രസ്സായിട്ട് ഇട്ടാൽ മതി. പെൺപിള്ളേരും അതെ, കൂടുതൽ ആണുങ്ങളെ പോലെ തന്നെ ഇപ്പോൾ പെൺപിള്ളേരും ജീൻസ് ഇട്ട് ഉപയോഗിച്ചുകൊണ്ട് നടക്കുന്നത്. വലുതായിട്ട് യോജിക്കാൻ പറ്റിയല്ല. സാധാരണ പിള്ളേരൊക്കെ ഇപ്പോൾ ഇടുന്നുണ്ടല്ലോ. എല്ലാവർക്കും അതിനോട് യോജിക്കാൻ പറ്റത്തില്ല. പിള്ളേരെല്ലാവരും മോഡേൺ ആയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് അവർക്ക് അവരുടേതായ സ്വാതന്ത്ര്യമുണ്ട്, താല്പര്യമുണ്ട്. അതിനനുസരിച്ചല്ലേ അവർ ചെയ്യത്തുള്ളൂ. ഒക്കെ മോഡേണായിട്ട് എല്ലാവരും മോഡേൺ ഡ്രസ്സല്ലേ ഉദ്ദേശിക്കുന്നത്. നമുക്ക് അതിനോടൊരു താല്പര്യമില്ല. ഇറക്കമുള്ള ടോപ്പൊക്കെ ഇട്ട് ജീൻസ് ഇടുന്നതിനോട് എനിക്ക് താല്പര്യക്കുറവൊന്നുമില്ല. അംഗീകരിക്കാൻ പറ്റത്തില്ല. എനിക്കും ഉണ്ടല്ലോ പെൺപിള്ളേർ, ഞാൻ ഒരിക്കലും സമ്മതിക്കത്തില്ല. മോഡേൺ പിള്ളേരാണെങ്കിലും സ്ത്രീകൾക്ക് ഒരുവിധം ഒരു 10 വയസ്സ് വരെ 15 വയസ്സ് വരെ ഞങ്ങൾ ഡ്രസ്സുകളിടും. അത് കഴിഞ്ഞാൽ പിന്നെ ആ വേഷം ധരിക്കുന്നതേ മോശമാണ്. പിള്ളേരൊക്കെ ജീൻസ് ഇടുന്നത് തന്നെയാണ് എനിക്കിഷ്ടം. വലിയ വണ്ണമൊക്കെ ഉള്ളവരാകുമ്പോൾ വൃത്തികേടാണ്. ഞാനാണെങ്കിൽ 4 പെൺപിള്ളേരുടെ തന്തയാണ്. ആ തന്ത യാതൊരു കാരണവശാലും അവരുടെ ദേഹം പോലും കാണാത്ത ഇത് അവർക്ക് ധരിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. യാതൊരു തർക്കമില്ല. പിന്നെ ഇവിടെ ഇരിക്കുന്ന പെണ്ണുങ്ങൾ ഇങ്ങനെ ഈ വേഷം ധരിച്ചെന്നോർത്ത് എന്താ കുഴപ്പം? ദാസേട്ടൻ പറഞ്ഞതിനോട് നമ്മൾ ചോദിക്കുന്നു. അതൊരു വ്യക്തി എന്ന നിലയിൽ പുള്ളിയുടെ അഭിപ്രായമാണ്. പക്ഷേ ഇന്ത്യയുടെ ഒരു സാധാരണ ഒരു ഇന്ത്യൻ പൗരന് അവൻ്റെ മനസ്സിന് സന്തോഷം വരുന്ന കംഫോർട്ടായിട്ടുള്ള, നമുക്ക് കംഫോർട്ടാണെന്ന് തോന്നുന്ന ഏത് ഡ്രസ്സുകളും ഉപയോഗിക്കാം. മറ്റാൾക്കും ബൾഗായിട്ട് തോന്നാൻ പാടില്ല. ഇനിയൊരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം രാമക്കൽമേട് വിനോദസഞ്ചാര കേന്ദ്രത്തിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാത്തത് സഞ്ചാരികളെ വലയ്ക്കുന്നു. DTPC ലക്ഷങ്ങൾ മുടക്കിയെങ്കിലും ഇത് പ്രയോജനരഹിതം. വാർത്തകൾ തുടരുന്നു. ഫോക്കസ് ഇടുക്കി. മറയൂരിലെത്തുന്ന സഞ്ചാരികളെ വരവേൽക്കാൻ കാട്ടുപോത്തുകളും. മറയൂർ ചന്ദന റിസർവിൽ കൂട്ടമായി എത്തുന്ന കാട്ടുപോത്തുകളാണ് മൂന്നാർ ഉടുമലൈ സംസ്ഥാന പാതയോരത്ത് സഞ്ചാരികളെ സ്വാഗതം ചെയ്യുന്നത്. ഫോക്കസ് ഇടുക്കിയിലേക്ക്. മറയൂരിലെ ചന്ദനക്കാടുകളുടെ സുഗന്ധം തേടിയെത്തുന്നവർക്ക് അപ്രതീക്ഷിതമായി ഇങ്ങനെയും ചില കാഴ്ചകൾ കൂടി കാണാൻ കഴിയും. മറയൂർ ചന്ദന റിസർവിന്റെ ഭാഗമായ പുൽമേടുകളിലാണ് സഞ്ചാരികളെ കാത്ത് ഈ കാട്ടുപോത്തിൻ കൂട്ടം നിലയുറപ്പിച്ചിരിക്കുന്നത്. മറയൂരിലേക്കുള്ള യാത്രാമധ്യേ ഞങ്ങളെത്തുമ്പോൾ 6 പേരടങ്ങിയ ഈ കാട്ടുപോത്തിൻ പറ്റം ചന്ദന റിസർവിനുള്ളിൽ ആരുടെയും ശല്യമില്ലാതെ തീറ്റ തേടുന്ന തിരക്കിലായിരുന്നു. ചന്ദന റിസർവിലെ വേലിക്ക് പുറത്ത് ആളനക്കം കേട്ടതോടെ വലിയ കാട്ടുപോത്തുകളെല്ലാം കൊങ്ങിണിക്കാടുകൾക്കുള്ളിലേക്ക് മറിഞ്ഞു. എന്നാൽ ഒരു പോത്തിൻകുട്ടിക്കാവട്ടെ ഞങ്ങളുടെ ക്യാമറ കണ്ടതോടെ ആവേശമായി. ഒരു നിമിഷം ക്യാമറയ്ക്ക് മുന്നിൽ ഫോട്ടോയ്ക്കായി പോസ്റ്റ് ചെയ്യാനും ഈ വിരുദ്ധൻ മറന്നില്ല. ആവശ്യത്തിന് ചിത്രങ്ങൾ എടുത്തോ എന്ന ഭാവത്തിൽ തലകുലുക്കിക്കൊണ്ടാണ് അല്പസമയത്തിന് ശേഷം ഇവൻ തന്റെ കൂട്ടത്തോടൊപ്പം ചേരാനായി ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന് പിൻവാങ്ങിയത്. മൂന്നാറിൽ നിന്ന് മറയൂരിലേക്കുള്ള പാതയോരത്ത് റോഡിന്റെ ഇരുവശത്തുമുള്ള ചന്ദനക്കാടുകളിൽ ഏതു സമയവും കാട്ടുപോത്തിൻ കൂട്ടങ്ങളെ പ്രതീക്ഷിക്കാം. കാട്ടുപോത്തിൻ പറ്റങ്ങളെ പോലെ തന്നെ സഞ്ചാരികളെ ആകർഷിക്കുന്ന മറ്റൊരു പ്രധാന സംഘവും പാതയോരത്ത് നിലയുറപ്പിക്കാറുണ്ട്. റോഡ് വക്കിലെ മരക്കൊമ്പുകളിലും പാറക്കൂട്ടങ്ങളിലും ഇരിപ്പുറപ്പിച്ചിരിക്കുന്ന വാനരക്കൂട്ടങ്ങളാണിത്. കുഞ്ഞു വാനരന്മാർ മുതൽ മുതിർന്നവർ വരെ പാതയോരത്ത് തമ്പടിച്ച് കാട്ടിക്കൂടുന്ന കുസൃതികൾ സഞ്ചാരികൾക്ക് പുതിയ കാഴ്ചകളാവും. എന്നാൽ വാഹനം നിർത്തിയിട്ട് വാനരക്കൂട്ടത്തെ കണ്ണുനിറച്ച് കാണാമെന്ന് കരുതേണ്ട. പരിധി വിട്ടാൽ പിന്നെ ഇവരുടെ പരാക്രമങ്ങൾ വാഹനത്തിനുള്ളിലും യാത്രക്കാരുടെ ദേഹത്തുമാകും. മറയൂരിലെ ചന്ദനക്കാടുകളിലെ കാട്ടുപോത്തുകളോട് വിട പറഞ്ഞു ഇടുക്കി നെറ്റ് ന്യൂസ് സംഘം അടുത്ത ലൊക്കേഷനിലേക്ക്. ക്യാമറാമാൻ ബിബിൻ ജോയുടെ ദൃശ്യങ്ങൾക്കൊപ്പം KM സിനോബി, ഇടുക്കി നെറ്റ് ന്യൂസ്. രാമക്കൽമേട് വിനോദസഞ്ചാര കേന്ദ്രത്തിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാത്തത് സഞ്ചാരികളെ വലയ്ക്കുന്നു. DTPC ലക്ഷങ്ങൾ മുടക്കിയെങ്കിലും ഇത് പ്രയോജനരഹിതമാണ്. പ്രാഥമിക ആവശ്യങ്ങളടക്കം ഒരുക്കുന്നതിന് അധികൃതർ പരാജയപ്പെട്ടിരിക്കുകയാണ്.
കേരള തമിഴ്നാട് അതിർത്തി പ്രദേശമായ ഇവിടെ രാമക്കല്ലും കുറവൻകുറത്ത് ശില്പവും കാറ്റാടിപ്പാടങ്ങളും തമിഴ്നാടിന്റെ വിദൂര ഭംഗിയും മതികെട്ടാൻ ചോല വരെയുള്ള മൊട്ടക്കുന്നുകളും നിറഞ്ഞ സുന്ദര കാഴ്ചകൾ കാണാനും ഇളംകാറ്റ് ആസ്വദിക്കുവാനുമാണ് നൂറുകണക്കിന് വിനോദസഞ്ചാരികൾ എത്തുന്നത്. ജില്ലയിലെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളായ തേക്കടിയും മൂന്നാറും കാണാൻ എത്തുന്നവർ രാമക്കൽമേട് സന്ദർശിക്കാതെ മടങ്ങാറില്ല. അവധി ദിവസങ്ങളിൽ 1000-ഓളം വിനോദസഞ്ചാരികളാണ് പ്രകൃതി സൗന്ദര്യം നുകരുവാൻ ഇവിടെ എത്തുന്നത്. രാത്രിയിൽ തമിഴ്നാട് തേനി ജില്ലയിൽപ്പെട്ട 30ഓളം പട്ടണങ്ങൾ വൈദ്യുത ദീപങ്ങളാൽ പ്രകാശിച്ചു നിൽക്കുന്നത് നയനമനോഹരമായ കാഴ്ചയാണ്. വിനോദസഞ്ചാരികൾക്ക് അടിസ്ഥാന സൗകര്യമൊരുക്കുവാൻ DTPC ലക്ഷങ്ങൾ ഇവിടെ ചെലവഴിച്ചുവെങ്കിലും ഇതൊന്നും തന്നെ സഞ്ചാരികൾക്ക് പ്രയോജനപ്പെട്ടിട്ടില്ല. ഇപ്പോഴും പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റുവാൻ സമീപ വീടുകളെയാണ് പലരും ആശ്രയിക്കുന്നത്. ജലദൗർലഭ്യം മൂലം ഇവിടെ എത്തുന്നവർ വലയുകയാണ്. ആവശ്യത്തിന് വൈദ്യുത വിളക്കുകൾ ഇല്ലാത്തതും വിനോദസഞ്ചാരികൾക്ക് വേണ്ടത്ര സുരക്ഷ ഏർപ്പെടുത്താത്തതും പ്രധാന പ്രശ്നമാണ്. പ്രദേശത്ത് മദ്യപാനികളുടെയും സാമൂഹ്യവിരുദ്ധരുടെയും ശല്യം വർദ്ധിച്ചു വരികയാണെന്നും ആക്ഷേപമുണ്ട്. സ്ത്രീകളെ ശല്യപ്പെടുത്തുന്നത് ഇവിടെ പതിവായിട്ടുണ്ട്. ദിവസവേതനാടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്ന 2 സെക്യൂരിറ്റി ജീവനക്കാർ മാത്രമാണ് ഇവിടെയുള്ളത്. പോലീസ് ഔട്ട് പോസ്റ്റ് ഇല്ലാത്തതിനാൽ ഇവരുടെ സാന്നിധ്യവും ഇല്ല. DTPC നിർമ്മിച്ച റെസ്റ്റ് റൂമുകളും മറ്റു കെട്ടിടങ്ങളും നാശത്തിന്റെ വക്കിലാണ്. കുടിവെള്ളം, ടോയ്ലറ്റ്, റെസ്റ്റ് റൂം, സ്നാക്ക് ബാർ, ചിൽഡ്രൻസ് പാർക്ക്, കുതിരസവാരി, ഹൈമാസ്റ്റ് ലൈറ്റുകൾ, മറ്റു സൗകര്യങ്ങൾ എന്നിവ ഏർപ്പെടുത്തി ജില്ലയിലെ പ്രമുഖ ടൂറിസ്റ്റ് കേന്ദ്രമായി രാമക്കൽമേടിനെ ഉയർത്തുവാൻ ലക്ഷ്യമിട്ട് ടൂറിസം വകുപ്പ് നടപ്പാക്കിയ പദ്ധതികൾ പാതി വഴിയിൽ തന്നെ നിലച്ച മട്ടിലാണ്. തമിഴ്നാടിന്റെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളിലേക്ക് വൈകിട്ട് 6 മണി കഴിഞ്ഞും കേരളത്തിന്റെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളിലേക്ക് വൈകിട്ട് 7 മണി കഴിഞ്ഞും വിനോദസഞ്ചാരികളെ കയറ്റിവിടാറില്ല. വൈകുന്നേരമായാൽ ആവശ്യത്തിനുള്ള വൈദ്യുത വിളക്കുകളുടെ അഭാവമാണ് ഇതിന് കാരണം. ഹൈമാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിക്കുകയും ആവശ്യത്തിന് വഴിവിളക്കുകൾ സ്ഥാപിക്കുകയും സഞ്ചാരികൾക്ക് മതിയായ സെക്യൂരിറ്റി സംവിധാനം നൽകുകയും ചെയ്താൽ 24 മണിക്കൂറും വിനോദസഞ്ചാരികൾക്ക് തുറന്നുകൊടുക്കുന്നതിന് കഴിയും. രാമക്കൽമേട്ടിലേക്കുള്ള പ്രധാന റോഡായ തൂക്കുപാലം രാമക്കൽമേട് റോഡിന് വീതി കുറവായതിനാൽ വോൾവോ പോലെയുള്ള വലിയ വാഹനങ്ങൾ ഗതാഗതക്കുരുക്കുണ്ടാക്കുന്നത് പതിവ് കാഴ്ചയുമാണ്. മൂന്നാറും തേക്കടിയും പോലെ അന്താരാഷ്ട്ര പ്രശസ്തി ആർജിച്ചു വരുന്ന രാമക്കൽമേടിന്റെ വികസനത്തിനായി ജനപ്രതിനിധികളോ സർക്കാരോ ശ്രദ്ധ ചെലുത്താത്തത് കേന്ദ്രത്തിന്റെ വികസന മുരടിപ്പിന് കാരണമാണ്. ന്യൂസ് ബ്യൂറോ, നെടുങ്കണ്ടം. മറയൂർ ഉടുമൽപേട്ട പാതയിൽ വലിയ കല്ലുകൾ റോഡിലേക്ക് ഇളകി വീണത് ഗതാഗത തടസ്സം സൃഷ്ടിച്ചു. ഇന്നലെ ഉച്ചയോടെ ഗതാഗതം ഭാഗികമായി പുനരാരംഭിച്ചു. പാറക്കല്ലുകൾ പൊട്ടിച്ചു നീക്കാനുള്ള നടപടികൾ തുടരുകയാണ്. വൻ പാറക്കല്ലുകൾ വീണതിനെ തുടർന്നാണ് മൂന്നാർ ഉടുമൽപേട്ട സംസ്ഥാന പാതയിൽ 4 മണിക്കൂർ ഗതാഗതം തടസ്സപ്പെട്ടത്. ഒരുപാട് ഉടുമൽപേട്ട ദേശീയ പാതയാണിത്. ഒരുപാട് ടൂറിസ്റ്റുകളും എല്ലാവരും ഈ രാജമലയ്ക്ക് വന്നു പോകുന്നത് ഇത് മെയിൻ റോഡായതിൻ്റെ പേരിൽ ഇപ്പോൾ ഇതുവരെ ഇത് മാറ്റാനുള്ള നടപടി ഇതുവരെ ആരും എടുത്തിട്ടില്ല. കഴിഞ്ഞ ദിവസം വൈകിട്ട് 6:30-ഓടെയാണ് രാജമലയ്ക്ക് സമീപം 5-ാം മൈലിൽ കൂറ്റൻപാറ ഉരുണ്ട റോഡിലേക്ക് വീണത്. തുടർന്ന് രാത്രി ഇതുവഴിയുള്ള ഗതാഗതം തടസ്സപ്പെടുകയായിരുന്നു. എന്നാൽ അവിടെ മൂന്നാറിലെ ഇൻഫർമേഷൻ കൗണ്ടറിൽ അവരത് പറഞ്ഞിട്ടില്ല. അവർ ടിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. നമ്മൾ ഇപ്പോൾ കാശ് കൊടുത്ത് ടിക്കറ്റ് എടുത്തൊക്കെയാണ്. ഇനിയിപ്പോൾ ഇത് കാണാൻ പറ്റാതെ തിരിച്ചു പോകാനേ നിവർത്തിയുള്ളൂ. അഗ്നിശമന സേനാംഗങ്ങളുടെ ശ്രമഫലമായി രാത്രി 11-ഓടെ ചെറുവാഹനങ്ങൾ മാത്രം കടത്തിവിടാൻ ആരംഭിച്ചിരുന്നു. അധികൃതരെ ഇതിന് ഒരു നടപടി എടുക്കുന്നില്ലല്ലോ. ഇതിന് എല്ലാം ഇന്നലെ രാത്രി വന്നപ്പോൾ ഇതിന് നല്ല ബ്ലോക്കായിരുന്നു. ഏകദേശം ഒരു മണിക്കൂറിന് മേളിലാണ് ഇവിടെ കിടന്നത്. ഇന്നലെ രാവിലെയാണ് പാറ പൊട്ടിക്കാനുള്ള നടപടികളും ആരംഭിച്ചത്. ഇന്നലെ ഉച്ചയോടെ ഗതാഗതം ഭാഗികമായി പുനരാരംഭിച്ചിരുന്നു. പാറ വീണതിനെ തുടർന്ന് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ വിനോദസഞ്ചാരികളുടേതടക്കം 100 കണക്കിന് വാഹനങ്ങളാണ് കുരുക്കിൽപ്പെട്ടത്. ഗതാഗതം പുനരാരംഭിക്കുവാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. കോഴിമലയിൽ പിന്നോക്ക വിഭാഗക്കാർക്ക് ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും അനുവദിച്ച വീടുകളുടെ നിർമ്മാണം തുക പൂർണ്ണമായും ലഭിക്കാത്തതിനാൽ പാതി വഴിയിൽ മുടങ്ങി. 2010-2011 കട്ടപ്പന ബ്ലോക്കിൽ നിന്നും അനുവദിച്ച 9 വീടുകളുടെ നിർമ്മാണമാണ് പാതി വഴിയിൽ നിലച്ചത്. പിന്നോക്ക വർഗ്ഗക്കാർക്ക് 2010-2011 കട്ടപ്പന ബ്ലോക്കിൽ നിന്നും അനുവദിച്ച വീടുകളാണ് തുക മുഴുവൻ ലഭിക്കാത്തതിന്റെ പേരിൽ മുടങ്ങിക്കിടക്കുന്നത്. 1,25,000 രൂപയാണ് ഓരോ വീടിനും ബ്ലോക്കിൽ നിന്നും അനുവദിച്ചത്. ഈ തുക എല്ലാവർക്കും ലഭിച്ചിരുന്നു. എന്നാൽ സാധന സാമഗ്രികളുടെ വിലക്കയറ്റം കാരണം 2012-2013 1.5 ലക്ഷം കൂടി അനുവദിച്ചിരുന്നു. ഈ തുകയാണ് ഇപ്പോൾ ലഭിക്കാനുള്ളത്. കോഴിമലയിൽ തന്നെ 10 വീടുകളാണ് ഈ തുക ലഭിക്കാത്തതിന്റെ പേരിൽ മുടങ്ങിക്കിടക്കുന്നത്. ബന്ധപ്പെട്ടവരെ വിവരമറിയിച്ചുവെങ്കിലും പഞ്ചായത്തിൽ നിന്നും ബ്ലോക്കിലേക്ക് തുക ചെന്നാലേ ലഭിക്കാനുള്ള പണം വീടുകൾക്ക് നൽകാൻ കഴിയൂ എന്നാണ് ഇവർ പറയുന്നത്. വീട് പണി വാർക്കപ്പേല തീർത്തിട്ടും ഈ ബാക്കിയുള്ള പൈസ എനിക്ക് ഇതിനായിട്ടും കിട്ടിയിട്ടില്ല. നടന്ന് ഞാൻ മടുത്തു പോവുക. പിന്നോക്ക വർഗ്ഗക്കാർ മാത്രം താമസിക്കുന്ന കോഴിമലയിൽ അന്നന്നത്തെ അന്നത്തിനു പോലും വകയില്ലാത്തവരാണ് ഇവിടുത്തെ പ്രദേശവാസികൾ. അതിനാൽ തന്നെ കയ്യിൽ നിന്നും പണം മുടക്കി വീടിന്റെ പണി തീർക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഇവർ. അതിന് 3-4 പ്രാവശ്യം നടന്ന് അപേക്ഷ കൊണ്ട് കൊടുത്തു. എന്നിട്ടും പോലെ അത് ഇതുവരെ സാഞ്ചര കിട്ടിയില്ല. മഴക്കാലമായാൽ അടുത്ത വീടുകളിലും ബന്ധുവീടുകളിലുമാണ് ഇവർ കഴിഞ്ഞുകൂടുന്നത്. എത്രയും വേഗം ഇവർക്ക് ലഭിക്കുവാനുള്ള മുഴുവൻ തുകയും നൽകി വീട് പണി പൂർത്തിയാക്കി നൽകണമെന്നാണ് ബ്ലോക്ക് പഞ്ചായത്തിനോടുള്ള ഇവരുടെ ആവശ്യം.
ഇടുക്കി നെറ്റ് ന്യൂസ് കോഴിമല. ആത്മഹത്യാ പ്രവണതയ്ക്കും സാമൂഹ്യ തിന്മകൾക്കും എതിരെ കട്ടപ്പനയിൽ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിക്കും. ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ അമ്പലക്കവല SN ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സെമിനാറിന് വിദഗ്ധ ഡോക്ടർമാർ നേതൃത്വം നൽകുമെന്ന് സംഘാടകർ അറിയിച്ചു. രാജ്യത്ത് ഏറ്റവും ഉയർന്ന ആത്മഹത്യാ നിരക്കുള്ള സംസ്ഥാനമാണ് കേരളം. ഇതിൽ പുരുഷന്മാരുടെ എണ്ണം കൂടുതലുമാണ്. ഈ സാഹചര്യത്തിലാണ് മുൻകരുതലിലൂടെ ആത്മഹത്യ തടയുക എന്ന ലക്ഷ്യത്തോടുകൂടി സെമിനാർ സംഘടിപ്പിച്ചിരിക്കുന്നത്. പൊതുവെ ഇടുക്കി ജില്ലയിൽ നമ്മുടെ മേഖലകളിലൊക്കെ വർദ്ധിച്ചു വരുന്ന ആത്മഹത്യാ പ്രവണതയും മദ്യപാനം ഉൾപ്പെടെയുള്ള സാമൂഹ്യ വിപത്തിനെതിരെ ഒരു ബോധവൽക്കരണ സെമിനാർ ഞായറാഴ്ച 10 മണിക്ക് SN ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തുകയാണ്. ആ SN ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന ഇത് വിവിധ കേരളത്തിലെ തന്നെ പ്രശസ്തരായിട്ടുള്ള മനഃശാസ്ത്രജ്ഞരും അതുപോലെ തന്നെ ഈ രംഗത്ത് ഈ പ്രശസ്തരായിട്ടുള്ള ഡോക്ടേഴ്സൊക്കെ ക്ലാസ് എടുക്കുകയുണ്ടാകും. കട്ടപ്പന, അമ്പലക്കവല, കാവുംപടി, മേട്ടുകുഴി പ്രദേശങ്ങളിലെ സ്വാശ്രയ സംഘങ്ങളും പ്രസിഡന്റ്സ് അസോസിയേഷനുകളും CDSും സഹകരിച്ചാണ് സെമിനാർ സംഘടിപ്പിക്കുന്നത്. ഞായറാഴ്ച രാവിലെ 10 മണിക്ക് അമ്പലക്കവല SN ഓഡിറ്റോറിയത്തിൽ സെമിനാർ ആരംഭിക്കും. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോണി കുളമ്പള്ളി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യും. പഞ്ചായത്ത് അംഗം മനോജ് M. തോമസ് അധ്യക്ഷനാകും. ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മേരി ആന്റണി, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ OJ മാത്യു, ഗിരീഷ് മാലിൽ, സംഘാടക സമിതി ചെയർമാൻ PS ഷാജി, കൺവീനർ PD ബിജു തുടങ്ങിയവർ ആശംസകൾ അർപ്പിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ആത്മഹത്യക്കെതിരായ സെമിനാറിനും ബോധവൽക്കരണ ക്ലാസിനും ഡോക്ടർ A. ശരവണകുമാർ, ഡോക്ടർ S. കിരൺകുമാർ, ഡോണിഷ് തുടങ്ങിയവർ നേതൃത്വം നൽകും. അനധികൃത നികുതി വർധനവിനെതിരെ BMS പ്രക്ഷോഭത്തിലേക്ക്. BMS സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ മാസം 6 മുതൽ 10 വരെ തീയതികളിൽ സായാഹ്ന ധർണകൾ സംഘടിപ്പിക്കും. ഇടുക്കി ജില്ലയിൽ 13 കേന്ദ്രങ്ങളിലാണ് സമരം സംഘടിപ്പിക്കുകയെന്ന് നേതാക്കൾ കട്ടപ്പനയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സംസ്ഥാന നിയമസഭയുടെ അംഗീകാരമില്ലാതെയും ബഡ്ജറ്റിന് പുറമെയുമാണ് UDF ഗവൺമെന്റ് ജനങ്ങളുടെ മേൽ അധിക നികുതി ഭാരം അടിച്ചേൽപ്പിച്ചതെന്ന് BMS ജില്ലാ സെക്രട്ടറി B. വിജയൻ കുറ്റപ്പെടുത്തി. 10-ാം തീയതി വരെ വളരെ ശക്തമായ ഒരു പ്രക്ഷോഭം അതിലാണ്. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്ന UDF ഗവൺമെൻറ് ജനങ്ങളോടും നിയമസഭയോടും ഒന്നും തന്നെ ചർച്ച ചെയ്യാതെ ഏകപക്ഷീയമായി ശുദ്ധജലത്തിന് വരെ അധികമായ നികുതി അടിച്ചേൽപ്പിച്ചു. വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചു, ബസ് ചാർജ് വർദ്ധിപ്പിച്ചു, ടാക്സി ചാർജ് വർദ്ധിപ്പിച്ചു. ഇതിനെല്ലാം ഉപരിയായി ഇപ്പോൾ ഭൂമിയുടെ വിലയിൽ 50% വർധന വരെ വരുത്തിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ സംസ്ഥാനത്തൊരു ഭരണം നിലനിൽക്കുന്നു എന്നുള്ള ഒരു പ്രതീതി ജനങ്ങൾക്ക് അനുഭവപ്പെടുന്നില്ല. നികുതി വർധന പിൻവലിക്കുക, സംസ്ഥാനത്തെ ഭരണസ്തംഭനം ഒഴിവാക്കുക, നിയമന നിരോധനം പിൻവലിക്കുക, വസ്തു കൈമാറ്റത്തിൽ 10 സെന്റിൽ താഴെയുള്ളവയ്ക്കും ഇഷ്ടദാനത്തിനും സ്റ്റാമ്പ് ഡ്യൂട്ടി പൂർണ്ണമായും ഒഴിവാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് BMS സംസ്ഥാന വ്യാപകമായി സായാഹ്ന ധർണകൾ സംഘടിപ്പിക്കുന്നത്. ഇടുക്കി ജില്ലയിൽ 13 കേന്ദ്രങ്ങളിലാണ് സമരം നടക്കുക. അടിമാലി, കരിമണ്ണൂർ, നെടുങ്കണ്ടം, രാജാക്കാട്, മറയൂർ, തൊടുപുഴ, പുറ്റടി, മൂന്നാർ, വണ്ടിപ്പെരിയാർ, മൂലമറ്റം, മാട്ടുകട്ട, ഏലപ്പാറ എന്നീ കേന്ദ്രങ്ങളിൽ നടക്കുന്ന സമരങ്ങളിൽ BMS സംസ്ഥാന ജില്ലാ നേതാക്കൾ പങ്കെടുക്കും. UDF ഗവൺമെന്റിന്റെ ജനവിരുദ്ധ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെയുള്ള പ്രക്ഷോഭങ്ങളും ഇതോടൊപ്പം ആരംഭിക്കുമെന്നും BMS ജില്ലാ സെക്രട്ടറി അറിയിച്ചു. കട്ടപ്പന പ്രസ് ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ BMS മേഖലാ സെക്രട്ടറി NB മോഹൻദാസും പങ്കെടുത്തു. കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് കേരളോത്സവത്തിന്റെ ഭാഗമായി ഫുട്ബോൾ, വോളിബോൾ മത്സരങ്ങൾ നടന്നു. കോവിൽമല രാജാവ് രാമൻ രാജമന്നാൻ ഉൾപ്പെടുന്ന 10 ടീമുകളാണ് വോളിബോൾ മത്സരത്തിൽ പങ്കെടുത്തത്. ഫുട്ബോൾ മത്സരങ്ങളിൽ 11 ടീമുകളും പങ്കെടുത്തു. കാഞ്ചിയാർ പഞ്ചായത്തിൽ നടക്കുന്ന കേരളോത്സവത്തിന്റെ 2ാം ദിനമായി ഇന്ന് വോളിബോൾ മത്സരവും ഫുട്ബോൾ മത്സരവും നടന്നു. കോവിൽമല രാജപുരം ഗ്രൗണ്ടിൽ വെച്ചാണ് വോളിബോൾ മത്സരം നടന്നത്. വോളിബോൾ മത്സരത്തിൽ കോവിൽമല രാജാവ് രാമൻ രാജമന്നാൻ ഉൾപ്പെടുന്ന 10 ടീമുകളാണ് കളത്തിലിറങ്ങിയത്. ഫുട്ബോൾ മത്സരത്തിൽ 11 ടീമുകളാണ് മത്സരിക്കാനെത്തിയത്. കേരളോത്സവത്തിന് മികച്ച പ്രതികരണമാണ് ജനങ്ങളിൽ നിന്നും ലഭിച്ചത്. ഇടുക്കി ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും 100 കണക്കിന് ആളുകളാണ് മത്സരം കാണാൻ എത്തിയത്. പുറത്തുനിന്നും എത്തുന്ന ആളുകൾക്ക്, മികച്ച പ്രകടനം നടത്തുന്ന ആളുകൾക്കും ടീമുകൾക്കും സമ്മാനങ്ങൾ സ്പോൺസർ ചെയ്യാൻ അവസരവും കേരളോത്സവം ഒരുക്കിയിരുന്നു. 3ാം ദിവസമായ നാളെ വടംവലി അടക്കമുള്ള മത്സരങ്ങൾ നടക്കും. മത്സരങ്ങൾക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോസമ്മ ജെയിംസ്, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി സാബു ജോൺ, കോവിൽമല രാജാവ് രാമൻ രാജമന്നാൻ, ജോയ് തോമസ് എന്നിവർ നേതൃത്വം നൽകും. മുള്ളരിക്കുടി മുതൽ നെടുങ്കണ്ടം വരെയുള്ള കുടിയേറ്റ മേഖലയിലെ യാത്രാക്ലേശത്തിന് പരിഹാരമായി ജനങ്ങളുടെ ബസ് നിരത്തിലിറങ്ങുന്നു. ഇതിനായി ആരംഭിച്ച ആശ്രയ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഉദ്ഘാടനം നാളെ നടക്കും. മഞ്ഞപ്പെട്ടി, മാവടി, കൈലാസം, ചീനിപ്പാറ തുടങ്ങിയ പ്രദേശങ്ങളിലെ യാത്രാക്ലേശത്തിന് പരിഹാരമായാണ് ബസ് വാങ്ങാൻ ജനകീയ കൂട്ടായ്മ തീരുമാനിച്ചത്. കൊന്നത്തടി, ഉടുമ്പൻചോല, നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തുകളിലെ 10,000-ഓളം കുടുംബങ്ങൾ കുടിയേറ്റ കാലം മുതൽ അതിരൂക്ഷമായ യാത്രാക്ലേശമാണ് അനുഭവിക്കുന്നത്. മേഖലയിലെ ഫറൂഖ് സിറ്റി മുതൽ കൽകൂന്തൽ വരെയുള്ള റോഡും മുള്ളരിക്കുടി മുതൽ കൈലാസപ്പാറ വിലക്ക് വരെയുള്ള റോഡും കോടികൾ മുടക്കി ഗതാഗത യോഗ്യമാക്കിയിട്ടും ബസ് സർവീസ് ആരംഭിക്കാൻ സ്വകാര്യ ബസ് ഉടമകൾ തയ്യാറായില്ല.
കട്ടപ്പന കീരിത്തോട് റൂട്ടിൽ ഓടിയിരുന്ന KSRTC ബസ്സും സർവീസ് അവസാനിപ്പിച്ചതോടെയാണ് ജനകീയ ബസ്സെന്ന ആശയം ഉടലെടുത്തത്. ഇതേ തുടർന്ന് മാവടി കൈലാസം മേഖലകൾ കേന്ദ്രീകരിച്ച് ജനപ്രതിനിധികളും സാമുദായിക നേതാക്കന്മാരും മുൻകൈയെടുത്ത് ആശ്രയ ചാരിറ്റബിൾ സൊസൈറ്റിക്ക് രൂപം നൽകുകയായിരുന്നു. പുതിയ ബസ് വാങ്ങുന്നതിനായി 1000 രൂപ വീതമുള്ള ഷെയറുകൾ സമാഹരിച്ച് വായ്പയില്ലാതെ വാങ്ങാനാണ് തീരുമാനം. ജനുവരി 1 മുതൽ നെടുങ്കണ്ടം, മഞ്ഞപ്പെട്ടി, ചീനിപ്പാറ, മാവടി, കൈലാസം, മുള്ളരിക്കുടി വഴി പണിക്കൻകുടിക്കാണ് ആദ്യ ബസ് സർവീസ് ആരംഭിക്കുന്നത്. നെടുങ്കണ്ടം, പച്ചടി, മഞ്ഞപ്പാറ, ചിന്നാർ, തോപ്രാംകുടി, പൊന്നാമല റൂട്ടിൽ ഓടുന്നതിനായി മറ്റൊരു ബസ്സും സൊസൈറ്റി വാങ്ങും. ആശ്രയ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഉദ്ഘാടനം നാളെ വൈകുന്നേരം 4 മണിക്ക് കൈലാസം സെന്റ് ജോസഫ് ഓഡിറ്റോറിയത്തിൽ ജോയ്സ് ജോർജ് MP നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. സ്വർണം പവന് 20,080 രൂപ, 1 ഗ്രാം സ്വർണത്തിന് 2,510 രൂപ, വെള്ളി ഗ്രാമിന് 38 രൂപ. കമ്പോള വാർത്തകൾ. ഏലം കൂടിയ വില 740, കുറഞ്ഞ വില 700. കുരുമുളക് 640, കാപ്പി 136 രൂപ, റബ്ബർ 112 രൂപ, ഗ്രാമ്പു 980 രൂപ, കൊക്കോ 38 രൂപ, ജാതി 280 രൂപ, ജാതിപത്രി 800 മുതൽ 1000 വരെ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മലയോര ഹൈവേ വിഷയവുമായി ബന്ധപ്പെട്ട് മാമലക്കണ്ടത്തെത്തിയ മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണന് നേരെ കയ്യേറ്റം. ജോയ്സ് ജോർജ് MP അടക്കമുള്ളവർ വാഹനം തടഞ്ഞ ശേഷമാണ് സംഭവം. കട്ടപ്പന മാർക്കറ്റിലെ വ്യാപാര സ്ഥാപനത്തിൽ മോഷണം. സിന്ധു വെജിറ്റബിൾസ് എന്ന സ്ഥാപനത്തിലാണ് മോഷണം നടന്നത്. മോഷണ ദൃശ്യങ്ങൾ ഇടുക്കി നെറ്റ് ന്യൂസിന് ലഭിച്ചു. ഇടുക്കി നെറ്റ് എക്സ്ക്ലൂസീവ്. തൊടുപുഴ ജില്ലാ ആയുർവേദ ആശുപത്രിയോടനുബന്ധിച്ച് പ്രവർത്തിക്കുന്ന സ്പോർട്സ് റിസർച്ച് സെന്റർ അടച്ചുപൂട്ടൽ ഭീഷണിയിൽ. ഡോക്ടർമാരില്ലാത്തതും ജീവനക്കാർക്ക് ശമ്പളം ലഭിക്കാത്തതും റിസർച്ച് സെന്ററിന്റെ പ്രവർത്തനം അവതാളത്തിലാക്കുന്നു. ഇടുക്കി ജില്ലാ സമ്മേളനത്തിനു പിന്നാലെ KSUവിൽ ചേരിപ്പോര് രൂക്ഷമായി. സമ്മേളനത്തിൽ അവതരിപ്പിച്ച രാഷ്ട്രീയ പ്രമേയത്തിന്റെ പേരിലാണ് IA വിഭാഗങ്ങൾ ആരോപണങ്ങളുമായി രംഗത്തു വന്നിരിക്കുന്നത്. രാമക്കൽമേട് വിനോദസഞ്ചാര കേന്ദ്രത്തിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാത്തത് സഞ്ചാരികളെ വലയ്ക്കുന്നു. DTPC ലക്ഷങ്ങൾ മുടക്കിയെങ്കിലും ഇത് പ്രയോജനരഹിതം. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.